ദിവസം മങ്കിപ്പെണ്ണിനോട് ഓരോരോ കാര്യങ്ങൾ പറയും. അത് കൃത്യമായി ചെയ്താൽ മങ്കിപ്പെണ്ണ് എനിക്കൊരു തീം പറഞ്ഞു തരാമെന്ന്. അപ്പോ മങ്കിപ്പെണ്ണും പണി തരാൻ തുടങ്ങി. മങ്കിപ്പെണ്ണെന്ന് എന്താ നിന്നോട് ചെയ്യാൻ പറഞ്ഞേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. സാർ ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അവൻ എന്നെ ആക്കിയതാണോ? കണ്ടില്ലേ, ഇന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ഇതാ. ടീച്ചേഴ്സിനെ വിഷ് ചെയ്യുമ്പോ 2 കൈയും കൂപ്പി കണ്ണും പൂട്ടി വിഷ് ചെയ്യണം. അയ്യേ, ഇത്ര സിമ്പിൾ കാര്യമായിരുന്ന? ഞാൻ കരുതി വല്ല ആന കാര്യമായിരിക്കുന്നു. സിമ്പിൾ ആണെങ്കിലും നമ്മൾ ആരും അത് ചെയ്യാറില്ലല്ലോ. Wow, wonderful thought. Is it yours? Good afternoon, St. Joseph's HSS. This is Rahul. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം രാഹുൽ സ്റ്റിപ്പ് അല്ല കേട്ടോ. നമ്മുടെ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുട്ടിയുടെ മനസ്സിൽ തോന്നിയ ഒരു വലിയ കാര്യം. അതെന്താണെന്ന് ആ കുട്ടി തന്നെ നിങ്ങളോട് പറയുന്നതാണ്. ജസ്റ്റ് വെയിറ്റ്. ഹലോ, ഐ ആം റയാൻ ഫിലിപ്പ്. I am studying in 5B. പറഞ്ഞോ റയാനോ? ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം, കേൾക്കും മുമ്പ് എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കാം. പിന്നെ നമ്മൾ ഡെയിലി ടീച്ചേഴ്സിനെ വിഷയാറില്ലേ, അതെങ്ങനെയാണെന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ടീച്ചേഴ്സിനെ വിഷ് ചെയ്യുമ്പോൾ 2 കണ്ണും അടച്ച് കൈകൾ കൂപ്പി ബഹുമാനത്തോടെ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഒരു കുട്ടി അങ്ങനെ ചെയ്യുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഒരു ക്ലാസ് അതുപോലെ വിഷ് ചെയ്താലോ? ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളും അങ്ങനെ ചെയ്താലോ? അധ്യാപകരുടെ അന്നേ ദിവസം പോസിറ്റീവ് ആവുകയും അവർ നമ്മളെ സ്നേഹത്തോടെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യും. ഇതുപോലുള്ള റയാൻ സ്റ്റെപ്പുകൾ ഇനിയും വരും ദിവസങ്ങൾ കേൾക്കാമെന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്കൊപ്പം സ്റ്റുഡന്റ് ആർജെ രാഹുൽ. ദിവസവും രാവിലെ എണീറ്റിട്ട് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങളുടെ അന്നത്തെ ദിവസം വളരെ നല്ലതായിരിക്കും. Ryan's tip number 3. Clean your lunch box daily. എന്താ ഇത്? നല്ലല്ലേ സാറേ? നല്ലതാണ്, നല്ലതാണ്. അതെ, കറ നല്ലതാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. This is Ryan's tip number 4. Clean your classroom and surroundings. Make your classroom like a heaven. കൊള്ളാം, നന്നാവുന്നുണ്ട് നിന്റെ റയൻ സ്റ്റെപ്പ്. ഓ, വലിയ കാര്യായി. ഒന്ന് പോടോ. താനെന്ത് ഏത് നേടി ആപ്പിൾ അടിച്ചിരിക്കുന്നേ? നീ ആരെടുത്താ സംസാരിക്കുന്നറിയോ? അറിയാം, ഒരു കിഴങ്ങൻ പ്രിൻസിപ്പൾ എടുക്കാൻ. കിഴങ്ങൻ പ്രിൻസിപ്പളാ? നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ ബർത്ത്ഡേക്ക് അവരെ സർപ്രൈസ് ചെയ്തിട്ടുണ്ടോ? ടിപ്പ് നമ്പർ 5. സെലിബ്രേറ്റ് യുവർ ടീച്ചേഴ്സ് ബർത്ത്ഡേ. സോറി സർ, ഹാപ്പി ബർത്ത്ഡേ. മാത്സ് എക്സിബിഷന് വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് കുറച്ച് ഫണ്ടൊക്കെ ചിലവായിട്ടുണ്ട്. ജയിക്കുമോ? ജയിക്കും. ജയിക്കൂല.
But I am not ready to go back. അവൻ്റെ ഒരു ഇംഗ്ലീഷ്. ആ കുരുത്തം കെട്ടവനല്ലേ ലീഡർ. ജയിക്കും ജയിക്കും. Good afternoon, St. Joseph HSS. Tip for the day. Share your food. ഡോ, നീ വന്നേ. എന്താ സാർ? ആപ്പിൾ ഇഷ്ടമാണോ? വളരെ ഇഷ്ടമാണ്. ദാ, കഴിച്ചോ. താങ്ക് യു സാർ. And now, Student of the Year, Rayan Philip RS, Standard 5B. Yes? Yes. Yes? Yes. ചരിത്രം ആവർത്തിക്കുകയാണല്ലോ. എങ്ങനെ? മറ്റൊരാളുടെ മണവാട്ടിയെ തട്ടിയെടുത്തോണ്ടേ. റോയിക്ക മാറ്റില്ല റോയിക്ക. മിണ്ടായിരിക്കെ, റയാന്റെ സ്കൂളിൽ ബസ് ആക്സിഡന്റ് ആയിരുന്നു. ഇന്ന് വൈകിട്ട് 5:30യോടെയാണ് നാടിനെ നടുക്കിയ വാഹനാപകടമുണ്ടായത്. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ കൊണ്ടുപോയ സ്വകാര്യ വാനാണ് അപകടത്തിൽപ്പെട്ടത്. 18ഓളം കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. 17 പേർക്ക് സഞ്ചരിക്കാവുന്ന വാനിൽ 38ഓളം വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. അമിത വേഗവും ഓവർലോഡുമാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഈ വർഷമുണ്ടാകുന്ന 5ാമത്തെ അപകടമാണ് ഇത്.
പത്മേന്ദ്ര സാർ നിങ്ങൾ സ്വയം ട്രെയിൻ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവർക്കും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതെ, ഞാൻ ബാച്ചിലറാണ് കിനീസിയോളജിയിൽ. പിന്നെ ഞാനൊരു സ്പോർട്സ് തെറാപ്പിസ്റ്റുമാണ്. ഇത് നിങ്ങളുടെ പേഷ്യൻസിനെ റെക്കമെൻഡ് ചെയ്യാറുണ്ടോ? തീർച്ചയായും ഞാനൊരു ചീത്ത കുട്ടിയല്ലോ ഉമ്മ. സ്മോൾ സെക്സി വേസ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് കൂടുതൽ കുറയ്ക്കാൻ ആണോ? നീ ചെയ്തത് എന്തെങ്കിലും തെറ്റാണെന്ന് നിനക്ക് ബോധ്യമുള്ളത് കൊണ്ടാ നീ ഒരു ചീത്ത കുട്ടിയാന്ന് തോന്നിയത്. അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റിൽ യു ആർ എ ഗുഡ് ബോയ്. ഡാ ഉമ്മൻ്റെ അടുത്ത് വാ.